നമ്മള് സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രഥമ ശുശ്രൂഷകളുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടിട്ടോ മറ്റൊക്കെ അവയവം കുറിഞ്ഞു രക്തം സ്രവിച്ചുകൊണ്ടേയിരിക്കും, ആളുകളാകെ ശബ്ദരാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം രക്തസ്രാവം നിർത്താണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ആ ഭാഗത്ത് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയാണ് മുറിഞ്ഞ ഭാഗത്ത് ചെറിയ മുറിവൊക്കെയാണെങ്കിൽ പ്രഷർ കൊടുക്കാം. അവയവം മുറിഞ്ഞ ഞാൻ വേറെ പറയാം. പ്രഷർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ അവയവത്തെ നമ്മൾ ഹാർട്ടിന് മുകളിലേക്ക് ഉയർത്തി പിടിക്കുക, അവിടെ നെക്കി പിടിക്കുക. അങ്ങനെയാണ് ചെറിയ രക്തസ്രാവങ്ങളൊക്കെ നിർത്തേണ്ടത്. ഹൃദയത്തിനാണ് വരുന്നത്, അതിനെ ഉയർത്തി പിടിക്കുക. പിന്നെ സാധാരണ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ മുറിവായ ഇവിടെ കോട്ടം വെക്കും. അപ്പോ കുറച്ച് രക്തം വരുമ്പോൾ നമ്മളൊന്നും എടുത്തു നോക്കുമ്പോൾ വീണ്ടും അവിടെ രക്തം പൊടിയും. ഇത് കോട്ടാവാൻ സമയം കിട്ടൂല. അപ്പോ എപ്പോഴും മുറിവായി കഴിഞ്ഞാൽ അവിടെ അടുത്ത കോട്ടം വെക്കുക, അടുത്ത കോട്ടം വെക്കുക. അതിന് മുകളിലാണ് കെട്ടേണ്ടത്. അതിങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുക. ഒരിക്കലും എടുത്തു നോക്കരുത്. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ രക്തം വരും. ഇനി അവയവം മുറിഞ്ഞു പോയ വേറൊന്നാണ്. മുറിഞ്ഞ് കഷ്ണമായി പോയി കഴിഞ്ഞാല് അവയവത്തെ അതാദ്യം ഈ നഷ്ടപ്പെട്ട അവയവം കിട്ടുമെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പാലിക്കേണ്ട ചില പ്രൊസീജിയർ ഉണ്ട്. അതായത് ഈ കൈ എടുത്തിട്ട് ഒരു കീസിലിട്ട് കെട്ടുന്നു. അതിന് ആ കീസിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ഐസുള്ള ബക്കറ്റിൽ ഐസ് ഇടുക, അതിലേക്ക് ഈ കീസ് ഇറക്കി വെക്കുക. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഐസ് ഈ കീസിലിട്ട് കൊണ്ടുപോകരുത്, ഈ കവറിലിട്ട് കൊണ്ടുപോകരുത്. അതിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലാസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൈ അവയവം മുറിഞ്ഞ കൈയിനെ കെട്ടണം. ബ്ലേഡിനെ കെട്ടണം. അതെ, എവിടുന്നാണ് മുറിഞ്ഞു പോയതെങ്കിൽ ഇവിടെ കെട്ടണം, ഇവിടെ തൊട്ട് മുകളിൽ കെട്ടണം. ഈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അബദ്ധത്തിൽ ഇത് നന്നായിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോകും. കെട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് മുറിവിന്റെ ഇത്ര കുറച്ച് കയറ്റി കെട്ടാം, നമുക്ക് ഇവിടെ നിർത്താൻ പറ്റിയ രൂപത്തിൽ. ഇത് കെട്ടുന്ന സമയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കെട്ടിന് ശേഷം ഇത് ലൂസായിട്ട് കെട്ടാം, ഇതിന് മുകളിൽ കെട്ടാം. ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കെട്ടുന്നു. ഇങ്ങനെ കെട്ടിന് ശേഷം ഇതിപ്പോ ലൂസാണ്, ഇവിടെ രക്തം സ്രവിച്ചുകൊണ്ടിരിക്കും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ടൈറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് രക്തം നിർത്തുന്നു. ഓരോ 10 മിനിറ്റ് സമയത്തിൽ ഇത് അയച്ചു കൊടുക്കണം, ഹോസ്പിറ്റലിൽ എത്തുന്നവരെ. ഇടയ്ക്കിടയ്ക്ക് ഇത് അയച്ചു കൊടുക്കണം. അപ്പൊ ബ്ലേഡ് രക്തസ്രാവം വീണ്ടും വരും. പുറപ്പെട്ട രക്തം കൊണ്ട് പുറത്ത് പോയിക്കോട്ടെ. ഇത് രക്തോട്ടം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ രക്തം പൂർണ്ണമായി നനച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് എന്താണ് നനവ് നിലനിൽക്കണം. അതെ, എന്നിട്ടാണ് യോജിപ്പിക്കുക. ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ നരമ്പുകളെ വയസ്സുകളും നഷ്ടപ്പെട്ടു പോകരുത്. അപ്പൊ അതിനാണ് ഇത് എന്ത് ചെയ്യുന്നത്, അയച്ചു കൊടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി വന്നോളൂ. വീണ്ടും ലോക്ക് ആയിരുന്നു, വീണ്ടും തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അപ്പോ കയ്യിനെ ഈ കവറിലിട്ട് ഐസുള്ള ബക്കറ്റിലോ മറ്റോ വെച്ച് കൈ കൊണ്ടുപോകുക. തൊട്ടടുത്തുള്ള ഒരു ന്യൂറോ സർജൻ ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുപോയാൽ ഈ കൈയിനിവിടെ തുന്നിച്ചേർക്കാൻ യോജിപ്പിക്കാൻ പറ്റും. അത് ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുപോകണം. അങ്ങനെ പരമാവധി വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് വെറും ഫസ്റ്റ് എയ്ഡ് മാത്രമാണല്ലോ, ചികിത്സ. എത്രയും പെട്ടെന്ന് ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുക.